ഇപ്പോൾ കാണാൻ പോകുന്ന ഒരു വീഡിയോ, അത് 3-4 ദിവസമായി സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. പ്രേക്ഷകരിൽ ചിലരൊക്കെ അത് കണ്ടിട്ടുമുണ്ടാകും. ഒരു ആനയെ കുറിച്ചാണ്. ഒരു ആന ഇത്രയും വൈറലായിട്ട് അതിനെക്കുറിച്ച് എങ്ങനെയാ പറയാതിരിക്കുന്നത് അല്ലേ? വിശന്നപ്പോൾ കടയിൽ കയറി ഭക്ഷണം എടുത്ത് കഴിക്കുന്ന കൊമ്പന്റെ വീഡിയോ തായ്ലൻഡിൽ നിന്നുള്ളതാണ്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഗോകുൽനാഥ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഗോകുലെ, തായ്ലൻഡിൽ നിന്നുള്ള വീഡിയോ ആണ്. സ്വന്തം കടയിൽ കയറി സാധനങ്ങൾ എടുത്ത് പോകുന്ന പോലെയല്ലേ പോകുന്നത്? വരുന്നു, എടുക്കുന്നു, പോകുന്നു. ഇതിപ്പോൾ നമുക്ക് കാണുമ്പോഴൊരു രസമൊക്കെ തോന്നുമെങ്കിൽ ആ കടയിൽ നിൽക്കുന്നവർക്കൊക്കെ അങ്ങനെ ആയിരിക്കുമോ ശരിക്കും? പൂജ, ഇതിനകത്തൊരു കൗതുകവും നമുക്ക് മലയാളികൾക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. കാരണം മുൻപ് കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുൻപ്, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം മുൻപ് നമ്മൾ ഇത്തരത്തിൽ കുറേ ആനകളെ കേരളവും കണ്ടതാണ്. അതിൽ ഈ പല ആനകളുണ്ട്, അതിന് നമ്മൾ ഓരോ ചെല്ലപ്പേരൊക്കെ ഇട്ട് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനെ നാട് കടത്തുകയും കാട് കടത്തുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷങ്ങളുണ്ട്. ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പല പേരുകളും ആനകൾക്ക് വീട് കിട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചക്കക്കൊമ്പനും അരിക്കൊമ്പനും. അതേപോലെ തന്നെ അരിക്കൊമ്പന് സമാനമായിട്ടുള്ള ഒരു ആന തന്നെയാണ് ഇപ്പോൾ നമ്മൾ തായ്ലൻഡിൽ ഇന്ന് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ കോ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു സഹജീവി ഒരുമിച്ച് ചേർന്നുള്ള ജീവിതമൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള അത്രത്തോളം ബുദ്ധിമുട്ടുകളും ജനങ്ങൾക്ക് നേരിടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ തായ്ലൻഡിൽ നിന്ന് ഉള്ള ദൃശ്യം അതൊരു 3-4 ദിവസം മുൻപത്തെ ദൃശ്യമാണ്. പക്ഷെ അത് ഈ അടുത്താണ് അത് ട്രെൻഡിങ് ആകുകയും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ വലിയ രീതിയിൽ വൈറലാകുകയൊക്കെ ചെയ്തത്. ഒരു സൂപ്പർ മാർക്കറ്റിനുള്ളിലേക്ക് ആന കടന്ന് കയറി അതിനകത്ത് നിന്ന് ഭക്ഷണം എടുക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് കണ്ടത്. അരിയാഹാരമാണ് പ്രധാനമായിട്ട് അത് എടുത്തുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്നത്. ഒരു ചാക്ക് അരി ഇത് കൊണ്ടുപോയി എന്നൊക്കെ തരത്തിലുള്ള ചില വാർത്തകളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുൻപ് ആന ഇത്തരത്തിൽ എന്താ പറയുന്നത്, തായ്ലൻഡിൽ അത്ര അധികം വലിയ ഭീതി വിതച്ചിരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ സംരക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെയായി മുൻപോട്ട് പോകണം. എന്തായാലും 1 ലക്ഷത്തോളം ആനകളോളം ഈ ക്യാപിറ്റേറ്റീവിൽ ഉണ്ടെന്നുള്ളതാണ്. അതിന് ഈ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വീടുകളിലൊക്കെ വളർത്തുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ മാറുകയൊക്കെ ചെയ്തു. എന്തായാലും അത് പിന്നീട് ഗവൺമെന്റ് നിരോധിച്ച് ഇപ്പോൾ കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. അങ്ങനെ ഈ സംരക്ഷണ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് മുൻപോട്ട് പോകുന്നതിന്റെ ഭാഗമായി കൂടുതൽ ശക്തമായ നിയമങ്ങളും ഒക്കെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും ഈ അടുത്ത കാലത്തെ ഉപതെരഞ്ഞെടുപ്പ് അടക്കം എല്ലാ കാര്യങ്ങളിലും ഈ വനം വന്യജീവി സംഘർഷമൊക്കെ വലിയ തെരഞ്ഞെടുപ്പ് വിവാദങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം കൂടെ നമ്മുടെ നാട്ടിലുണ്ട്. എന്തായാലും അത്തരത്തിലൊരു സാഹചര്യം തായ്ലൻഡിലുണ്ടോ എന്നറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് വലിയ കൗതുകം മലയാളികൾക്ക് തോന്നാൻ സാധ്യതയില്ല. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഈ അരിക്കൊമ്പൻ വിഷയം ഉണ്ടാകുന്നതും ചക്കക്കൊമ്പൻ വിഷയം ഉണ്ടാകുന്നതും ഈ അടുത്ത് വീണ്ടും അള്ളാച്ചിക്കൊമ്പൻ വിഷയമൊക്കെ ഉണ്ടാകുന്നതും ഒക്കെ. എനിക്ക് തോന്നുന്നു ഈ കാട് കയറുന്നതും അല്ലെങ്കിൽ കാട് നാടായി മാറുന്നതും ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാകുക. ഈ വെള്ളത്തിന്റെ പ്രശ്നങ്ങളും ഒക്കെ ദുരിതവും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അങ്ങനെ നിരവധി അഭിസംബോധന ചെയ്യേണ്ട നിരവധി വിഷയങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ നാട്ടിലേക്ക് ആനകളും മറ്റു മൃഗങ്ങളും ഒക്കെ ഇറങ്ങുന്നത്. ഒരുപക്ഷെ അതിനെ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. എന്തായാലും ആ ദൃശ്യങ്ങൾ അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആകെ വൈറലാണ്. പലയിടങ്ങളിലായി ഒരുപാടായി കറങ്ങി നടക്കുന്നുണ്ട്. ഒരു 3-4 ദിവസം മുൻപത്തെ ദൃശ്യമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി ഗോകുലെ, എന്തായാലും ഈ പറഞ്ഞതുപോലെയാണ് വന്യജീവി പ്രശ്നമൊക്കെ അത് ഏത് നാട്ടിലായാലും നാട്ടുകാരെ സംബന്ധിച്ച് അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, തലവേദന ഉണ്ടാക്കുന്നതെന്നാണ്. നമ്മൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ കൊള്ളാലോ, കടയിലൊക്കെ കയറി കഴിക്കുന്നല്ലോ, ഇതെന്താ കഥ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാലും പല മനുഷ്യരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതാണ് ആദ്യം പറഞ്ഞത്. ശരി ഗോകുലെ.